ഹലോ ഫ്രണ്ട്സ്, അടുത്ത ആഴ്ച ബാങ്ക് നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യാം അത് നമുക്കൊന്ന് ചാർട്ടിൽ നോക്കി മനസ്സിലാക്കാം. ഓക്കെ, നമുക്കിപ്പോൾ മന്ത്ലിയിലാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു സോൺ വരയ്ക്കാം. റെഡ് അല്ല, നമുക്കൊരു ഡിമാൻഡ് സോൺ അല്ലേ, അപ്പോൾ ഒരു ഗ്രീൻ കളർ കൊടുക്കാം. എന്നിട്ട് വീക്ക്ലിയിലോട്ട് പോവാം. വീക്ക്ലിയിൽ ഒരു സോണുണ്ട്, പ്രൊജക്ഷൻ വന്നിട്ടുള്ള ഈ സോണ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് കളറ് റെഡ് കൊടുക്കാം. സപ്ലൈ സോൺ ഉണ്ട്, സെല്ലേഴ്സിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ രണ്ട് സോൺ കിട്ടിയിട്ടുണ്ട്. ഒന്ന് മന്ത്ലിയിൽ, ഒന്ന് വീക്ക്ലിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വന്നു, ഇതാ മാർക്കറ്റ് ഇതാ വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വീക്ക്ലിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഗുഡ് സൈൻ ആണ്. ഞാൻ ചാർട്ട് നോക്കി എൻ്റെ പേഴ്സണൽ സ്റ്റഡിയിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലിയിൽ കൂടെ നോക്കാം എന്തൊക്കെയാണ് കാണുന്നത്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കാം. ഈ ഹൈ അല്ല, ഈ ക്ലോസ് നോക്കാം. ഓക്കെ, ഈ ക്ലോസിന് മുകളിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ തന്നെയാണ് നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻഡിലാണ് ഇത് കാണുന്നത് ഡെയിലിയിൽ ഇന്നത്തെ. പക്ഷേ ഇത് ബൈയിങ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒരു അനാലിസിസ് നടത്തേണ്ട കാര്യമില്ല. ബൈയിങ് തന്നെയാണ് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്? മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. ബാങ്ക് നിഫ്റ്റി ഫ്രഷ് ഹൈസ് ഉണ്ടാക്കാനുള്ള ഒരു യാത്രയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇതെല്ലാം എടുത്ത് ഇനി വീണ്ടും ചിലപ്പോൾ ഇവിടെ വരാം, ഒന്ന് റിയാക്ട് ചെയ്യാം, താഴോട്ട് വരുന്നതായിട്ട് കാണാം. ചിലപ്പോൾ ഇവിടുന്ന് ട്രാപ്പ് ചെയ്യാം, സെല്ലിങ് എന്ന് പറഞ്ഞ് എന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം. ഓക്കെ, അല്ല ഇവിടുന്ന് റിജക്ഷന് വീണ്ടും ഇതുപോലെ വരുമെന്ന് തോന്നുന്നില്ല. ഡൗട്ടാണ്. എൻ്റെ സ്റ്റഡിയാണ്, എൻ്റെ പേഴ്സണൽ സ്റ്റഡിയാണ്. ഇതിന് താഴെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വന്നാൽ തന്നെ ഇവിടുന്ന് വീണ്ടും പിക്കപ്പായി പോവാം. ഇല്ലെങ്കിൽ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് വീണ്ടും പിക്കപ്പായി പോവാം. ഓക്കെ, വീണ്ടും മുകളിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കേണ്ടത് ഇത് മാക്സിമം ബൈ ഓൺ ഡിപ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. എത്ര മുകളിൽ നിന്ന് വീഴുന്നാലും വീണ്ടും വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ബൈ ഓൺ ഡിപ്സ് ആയിരിക്കും നല്ലൊരു സിനാരിയോ. ഇതിന് താഴെയൊക്കെ വീണ്ടും പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഗ്ലോബൽ ന്യൂസോ നമ്മുടെ ലോക്കലായിട്ടുള്ള ന്യൂസ്, എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ന്യൂസ് നടക്കുക, നെഗറ്റീവ് അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആകുന്ന ന്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് വ്യൂ ഒക്കെ മാറ്റേണ്ടത് എല്ലാ കാര്യങ്ങളുള്ളൂ. പക്ഷേ ഈ സോൺ ഇവിടം വരെ വന്നാലും വീണ്ടും മാർക്കറ്റ് പോകും. അപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ ഇന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ഫ്രഷ് ഹൈ, ഇതിന് 50,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ട ഒരു ഹൈ നല്ല രീതിയിൽ ക്രിയേറ്റീവ് ഫ്രഷ് ഹൈസ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ ചാർട്ട് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ബാക്കി എല്ലാവർക്കും അവരുടെ പേഴ്സണൽ സ്റ്റഡി, എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല, എൻ്റെ ഒരു സ്റ്റഡി. ഓക്കെ, ഇത് ഇവിടുന്ന് എവിടെ പോവാം? നമുക്ക് ഫിബ് എടുത്തിട്ട് ഈ ഹൈ മുതൽ ഇവിടുന്ന് എവിടെ തിരിഞ്ഞത് ഈ ലോവർ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സോണാണ് കാണുന്നത്. അടുത്ത ടാർഗറ്റ് മാർക്കറ്റിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ സ്റ്റഡീസാണ്. ഓക്കെ, ഇത്രയാണ് കാണിക്കുന്നത്. 55,898 56. ചിലവർ 55,000 56,000 ആ റേഞ്ചിനകത്ത് പോയി നിൽക്കാം ഇനിയൊരു മൂവ് ഫ്രഷ് ആയിയൊക്കെ ഉണ്ടാകുമ്പോൾ. ഓക്കെ, അതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാതിരിക്കും. നമ്മളെല്ലാവരും എല്ലാവർക്കും കാണുന്ന ഒരേ ചാർട്ട് തന്നെയാണ്. അതിൽ നമ്മൾ അസംഷൻസ്, പ്രോബബിലിറ്റി പഠിക്കുന്നു, ചാർട്ട് നോക്കുന്നു, അതനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുന്നു. പക്ഷേ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈവ് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയാണോ ഓപ്പർച്യൂണിറ്റി വരുന്നത്, ഇൻട്രാഡേ കാര്യമാണ് പറയുന്നത്. ലൈവ് മാർക്കറ്റിൽ എന്താണോ ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ചിലപ്പം ഷോർട്ടിങ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ബൈ ആയിരിക്കും കിട്ടുന്നത്, ലോങ് പോകാനായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ലൈവ് മാർക്കറ്റിലുള്ള കാര്യമാണ്, സ്പെഷ്യലി ഇൻട്രാഡേക്ക് വേണ്ടി. ഓക്കെ, ഞാൻ ഇത് ഇൻ ദ ലോങ് റൺ എങ്ങനെ മാർക്കറ്റ് പോവും, സ്പെസിഫിക്കലി അടുത്ത ആഴ്ച നല്ലൊരു ബുൾ മൂവിനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. എത്ര പോയിന്റ് റേഞ്ചാ? ഓക്കെ, ഇവിടെയൊക്കെ വന്നിട്ട് വീണ്ടും താഴോട്ട് വരാൻ
വന്നിട്ട് ഇവിടുന്ന് ട്രാപ്പൊക്കെ ചെയ്ത് വീണ്ടും താഴെ പോകുന്ന കാണിച്ചിട്ട് വീണ്ടും മുകളിൽ പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്യുവർ നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ വീണ്ടും ഇതിനോട് ഈ ലൈൻ ലെവലിന് താഴോട്ട് പോകാം. എന്ന് വെച്ചാൽ 51,680 51,600 താഴെ പോകാൻ സാധ്യതയുള്ളൂ. എന്നാൽ തന്നെ ഇതും ഇവിടെ നിന്ന് റിജക്ഷൻ തിരിച്ച് മുകളിലോട്ട് പോകാം. അതും ബ്രേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് പോവാം, അതും ബ്രേക്ക് ചെയ്യുന്നാൽ ഇവിടുന്നും പോവാം. ഇവിടെ എവിടെയെങ്കിലും സൈഡ് ബേസ് ആയിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും കയറി പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയ്ക്ക് നെഗറ്റീവ് ന്യൂസ് വരാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാർക്കറ്റ് വീണ്ടും പോവും. പുതിയൊരു ഫ്രഷ് ഹൈക്കുള്ള യാത്ര തന്നെയാണ് ബാങ്ക് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലോജിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് എൻ്റെ മാത്രം ലോജിക്കാണ്, എല്ലാവർക്കും അവരുടെ ലോജിക്കാണ്, അവരവരുടെ സെൻസാണ്. ഓക്കെ, ഞാനിതിപ്പോൾ എനിക്ക് മനസ്സിലായ, എനിക്ക് സെൻസ് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു.